ഇന്ന് നമുക്കേ ഇച്ചിരി ഉണക്കച്ചെമ്മീനും മാങ്ങയും കൂടെ ചമ്മന്തി അരച്ചാലോ? ചോറുണ്ണാൻ ഇത് മാത്രം മതി അല്ലേ? പക്ഷെ ഒരു കുറവുണ്ട്, കാന്താരിമുളക് കിട്ടിയില്ല പറിക്കാനേ. നല്ല മഴയായതുകൊണ്ട് പറിക്കാൻ പറ്റിയില്ല. ഇതാ അതിന് നല്ല എരിവുള്ള മുളകാണ് എടുത്തേക്കുന്നത്, പച്ചമുളക്. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഇതാ ഒരു മാങ്ങയൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്, നല്ല പുളിയുള്ള മാങ്ങയാണ് ഇത്. നമ്മൾ ആദ്യം തന്നെ ചെമ്മീനൊക്കെ വറുത്ത് മുള്ളൊക്കെ കളഞ്ഞ് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങ എടുത്തേക്കുന്നത്, ഒരു മുറി തേങ്ങ, പിന്നെ കുറച്ച് ചെറിയുള്ളി, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ നമുക്ക് നമ്മുടെ ഈ മാങ്ങയും കൂടെ ഒന്ന് തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും, എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് അരച്ച് റെഡിയാക്കി എടുത്തുകൊണ്ട് വരാം. ആദ്യം തന്നെ ചെമ്മീൻ ഒന്ന് പൊടിച്ചെടുക്കണേ, അതിന് ശേഷം തേങ്ങ ചേർക്കാവുള്ളേ, അല്ലേ അത് അരയത്തില്ല. അപ്പോൾ ഇതും കൂടെ ഒന്ന് എടുക്കട്ടെ, മാങ്ങയും കൂടെ. മാങ്ങ അരിഞ്ഞു വെച്ചു, കുറച്ച് ഉപ്പും കൂടെ എടുത്ത് നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു പിടുത്തം ചെമ്മീനെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതാ ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം. മുളക് ഇട്ട് കൊടുത്തു. ആദ്യം തന്നെ മാങ്ങ ഇടാവേ. പുളി, നല്ല പുളിയും എരിവും ഒക്കെ വേണം ചെമ്മീൻ ചമ്മന്തിക്ക്, എന്നാലേ ആ ചോറുണ്ണാനൊരു. ഇനിയും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി എടുത്തു. ഇതൊന്ന് ഒതുക്കി എടുത്തിട്ട് നമുക്ക് തേങ്ങയും കൂടെ ചേർത്തരയ്ക്കാവേ. നമ്മുടെ ചെമ്മീനും മാങ്ങായും ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. നോക്കിയേ, നല്ല രസം. ഇത് മാത്രം മതി ചോറിനാ കേട്ടോ. ഉണ്ടാക്കാത്തവരൊക്കെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഓക്കെ ഇങ്ങനെയാണോ എന്നൊന്ന് പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.